ഹലോ ഹായ് എല്ലാവർക്കും വീൽസ് ഓഫ് ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാറില്ല. വീഡിയോസ് ഇടാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആയതുകൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പം ഇന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ എൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് പൗഡർ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതാണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരും ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആളാണ്. ഞാനും കോമൺ ആയിട്ട് ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ നോർമലി ഇപ്പോൾ ഒരു ദിവസം ഒരു 2 തവണയൊക്കെ ഓക്കെ ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ തവണ മുഖമൊക്കെ കഴുകേണ്ടി വരുമ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. എത്രയായാലും നമ്മൾ ഈ ഒരു വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് അത്ര ഒരു ഓർഗാനിക് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമുക്ക് അത്ര ഒരുപാട് തവണ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത്ര നല്ലത് തരുന്ന പ്രൊഡക്റ്റൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ നോർമലി എന്തോ എനിക്ക് ഈ ഒരു 2 തവണ ഓക്കെ. രാവിലെ നമ്മൾ വാഷ് ചെയ്യുന്നതും പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് ഈവനിങ് വന്നിട്ട് വാഷ് ചെയ്യുന്നതൊക്കെ ഈ ഫേസ് വാഷ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഫേസ് വാഷ് ചെയ്യേണ്ടി വന്നാൽ പുറത്ത് പോകേണ്ടി വരുമ്പോൾ നമ്മൾ നോർമലി ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണല്ലോ പുറത്ത് പോവുക. വലിയൊരു ഹെവി മേക്കപ്പ് ഒന്നും അല്ലെങ്കിലും ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡറോ കാജലോ ഒക്കെ യൂസ് ചെയ്യാണ്ട് ആരും പോവില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2ൽ കൂടുതൽ തവണ നമുക്ക് മുഖം കഴുകേണ്ടി വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് നോർമലി എല്ലാവർക്കും അറിയാൻ മതിയാവും. ചിലപ്പോൾ ചിലരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 2 സാധനങ്ങളാണ് ഇതിന് നമ്മൾ എടുക്കുന്നത്. ഒന്ന് വന്നിട്ട് നമ്മുടെ കടല, നമ്മൾ കറി വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കടലയാണ് ഇതിലെ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നൊന്ന് നമ്മളെ വീട്ടിലിപ്പം അധികം എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് ഓട്സ്. അപ്പം ഈ 2 സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫേസ് വാഷ് ഉണ്ടാക്കുന്നത്. ഓട്സ് പിന്നെ നമ്മുടെ കടല. ഈ 2 സാധനങ്ങൾ നന്നായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറൊക്കെ ഉണ്ടെങ്കിൽ ബ്ലെൻഡറിലോ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് 2ഉം കൂടി പൊടിച്ചെടുക്കാം. 2ഉം കൂടി പൊടിച്ച് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള വെള്ളമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം അത് യൂസ് ചെയ്യാം. അപ്പം ഇത് നമ്മൾ പൊടിച്ച് വയ്ക്കുന്ന സമയത്ത് ഒരുപാട് വലിയ വലിയ തരികളായിട്ട് നമ്മൾ പൊടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം വലിയ വലിയ പൊടികളാകുമ്പം അതെന്താവും, ഡാമേജ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട് വലിയ പൊടികളാവുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഫൈനായിട്ട് നല്ല തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കുന്നതാണ് ബെറ്റർ. അപ്പം ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമുക്ക് തൈര് അലർജിയൊന്നും ഇല്ലാത്തവർക്ക് തൈരിലിട്ടിട്ടോ അതല്ലെങ്കിൽ തക്കാളിയുടെ ജ്യൂസിൽ ഇത് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാല് പറ്റുന്നവർക്ക് പാലിൽ ഇത് മിക്സ് ചെയ്തിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈറ്റമിൻ ഇ നല്ലതാണ്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഴ്ചയിലൊരു 3 തവണയൊക്കെ നമുക്കിത് യൂസാക്കാൻ പറ്റുന്നതാണ്. ഒരു എന്താ പറയുക, ടാനൊക്കെ മാറാനും നമുക്കത് കൺസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പം അങ്ങനെ നമുക്ക് ഒന്ന് മുഖം ഫ്രഷായി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഫേസ് വാഷ് ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും പൊടിക്കൈകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. ഇതെന്തായാലും നമുക്ക് സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.